എന്താണ് ഈ വി വി പാറ്റ്? നമ്മളിൽ പലർക്കും ചിലപ്പോഴെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകാം. എന്താണ് ഈ വി വി പാറ്റ്? എന്താണ് സംഗതി? ഇലക്ഷൻ ആകുമ്പോൾ നമ്മൾ ധാരാളം കേൾക്കുന്നൊരു വാക്കല്ലേ ഇത്? എങ്ങനെയാണ് ഇത് ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് അത്തരത്തിൽ എന്താണ് വി വി പാറ്റ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി നമുക്കതെന്താണെന്നൊന്ന് നോക്കിയാലോ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം താൻ രേഖപ്പെടുത്തിയ വോട്ട് താൻ രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചു അതോ ലഭിച്ചില്ലയോ, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാകാറുണ്ടല്ലേ. ഞാൻ വോട്ട് കൊടുത്ത ആൾക്ക് തന്നെയാണോ ഈ വോട്ട് കിട്ടിയത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ചിന്തിക്കാറുള്ളതാണ്. എന്നാൽ അത്തരത്തിലൊരു സംശയത്തിൻ്റെ ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയത് നമ്മൾ രേഖപ്പെടുത്തിയ അതേ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കാറുണ്ട്. അത്തരത്തിലൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്ന സംവിധാനത്തെയാണ് വി വി പാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, നമ്മളിങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് തന്നുവിടുന്ന തരത്തിലൊരു പ്രിൻ്റ് ഔട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ശരിയാണ്, നമ്മൾ ഇത്തരത്തിൽ വി വി പാറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുമ്പോൾ അത് നമുക്ക് സമ്മതിദായകന് തന്നു വിടുകയൊന്നുമില്ല. അത്തരത്തിലൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടിനെ സമ്മതിദായകന് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. പക്ഷെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ, ഒരു ചെറിയ പേപ്പറിലായിട്ട്, ആ മെഷീനിൽ ഇങ്ങനെ ഒരു ചെറിയ പേപ്പറിലായിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ ആൾക്ക് തന്നെയാണോ അത് ചെന്നത് എന്ന തരത്തിൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് വി വി പാറ്റ്. എന്താണ് ഈ വി വി പാറ്റിൻ്റെ പൂർണ്ണ രൂപം എന്നൊന്ന് നോക്കിയാലോ. വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് വി വി പാറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. വി വി പാറ്റ് എന്താണ്? വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് വി വി പാറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വി വി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് എവിടെയാണ്? അത് നോക്സൺ മണ്ഡലത്തിലാണ്. നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിൽ 2013 ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു വി വി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്. അത്തരത്തിലൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നാഗാലാൻഡിൽ നടപ്പിലാക്കിയതിന് ശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. 2017 ഗോവയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇങ്ങനെ 2017 ഗോവയിൽ ഒരു തിരഞ്ഞെടുപ്പിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചപ്പോൾ രണ്ടാമതായിട്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയത് ഹിമാചൽ പ്രദേശിലാണ്. ആദ്യമായി ഗോവയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി. രണ്ടാമതായിട്ട് ഹിമാചൽ പ്രദേശിലാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ മലയാളികൾക്ക് കേരളത്തിൽ ഇതെപ്പം നടന്നു എന്നൊരു കാര്യം അറിയണം എന്നെപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലേ. അത്തരത്തിൽ കേരളത്തിൽ ആദ്യമായി വി വി പാറ്റ് നടപ്പിലാക്കിയത് 2016 കേരളത്തിൽ ആദ്യമായിട്ട് വി വി പാറ്റ് നടപ്പിലാക്കിയത് 2016 കേരളത്തിലെ 12 നിയോജക മണ്ഡലങ്ങളിലാണ് വി വി പാറ്റ് ആ സമയത്ത് നടപ്പിലാക്കിയത്. കേരളത്തിലെ 12 നിയോജക മണ്ഡലങ്ങളിലായിട്ടാണ് 2016 വി വി പാറ്റ് നടപ്പിലാക്കിയത്. എന്നാൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഗോവയിലാണ് 2017 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ചുകൊണ്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വി വി പാറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന അറിവായി എല്ലാവർക്കും മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയുന്നതിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താം.